പടവാളാക്കുക എന്ന് കേട്ടിട്ടില്ലേ? എഴുത്തുകാരെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. എഴുതി മാത്രമല്ല തൂലിക പടവാളാക്കാൻ കഴിയുക. എഴുതാനുള്ള തൂലികകൾ നിർമ്മിച്ചും വെല്ലുവിളികളോട് പടപൊരുതാം. അത്തരത്തിൽ തന്റെ ദുരവസ്ഥയെ തൂലിക കൊണ്ട് പൊരുതി തോൽപ്പിച്ച ഒരാളുണ്ട്. മുണ്ടുപാലം മാർച്ചാലിൽ എരഞ്ഞിക്കൽ മീത്തൽ സതീശൻ. തെങ്ങുകഴച്ച തൊഴിലാളിയായിരുന്നു സതീശൻ. 24 വർഷം മുമ്പ് ജീവിതം കരയ്ക്കടുപ്പിക്കാൻ തെങ്ങിൽ കയറാൻ പോയ സതീശൻ പട്ടയൊടിഞ്ഞ് നിലത്തു വീണു. അന്നു മുതൽ കിടപ്പിലാണ്. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് എല്ലാവരും കരുതിയ സമയം. എന്നാൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി ജീവിതം വഴിമുട്ടാതിരിക്കാൻ കിടക്കയിൽ കിടന്നു തന്നെ സതീശൻ പലതും ചെയ്തു നോക്കി. അങ്ങനെയാണ് പാലിയേറ്റീവ് കെയറുകളുടെ സഹായത്തോടെ കുട നിർമ്മാണവും പേന നിർമ്മാണവും പഠിച്ചത്. അങ്ങനെ പാലിയം അംബ്രല്ലകളും പേപ്പർ പേനകളും നിർമ്മിക്കാൻ സതീശൻ വൈദഗ്ധ്യം നേടി. പിന്നെ കുഴക്കുമ്പോൾ വലിക്കാർ യൂണിറ്റ് ഇട്ട് അപ്പോൾ അവിടെ നിന്ന് ഒരു നല്ല സമീപനം. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് വരണമെന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു 3 ദിവസത്തെ ക്യാമ്പുണ്ടെങ്കിൽ അവിടെ നിന്ന് കുടയും പിന്നെ ഇതും സോപ്പ് ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് ഒരു പിന്നെ വിളിച്ചു അവിടെ ക്യാമ്പുള്ളപ്പോൾ. അപ്പോൾ അവിടെ പിന്നെ പോകാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് പലതും പഠിക്കാൻ തുടങ്ങി. പിന്നെ മോളെ കൊണ്ടുള്ള പെന്ന്, പിന്നെ ഇത് പേപ്പർ പെന്നൊക്കെ അവിടുന്ന് പഠിച്ചാൽ, പിന്നെ ബൾബ് ഉണ്ടാക്കണ പഠിച്ച്, അതിൽ ട്യൂബിൻ്റെ ചോക്ക് അങ്ങനെ. പക്ഷെ അതൊന്നും മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പെന്നിൻ്റെ അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ സ്കൂൾ തുറക്കണമെന്നാണ് നമ്മൾ ആകെയുള്ള പ്രതീക്ഷ. ഈ കുട എന്ന് പറഞ്ഞാൽ 3 മാസം കിട്ടുള്ളൂ. 2-3 മാസം കൊണ്ട് അതിൻ്റെ കച്ചവടം കഴിഞ്ഞു. നിർമ്മിച്ച കുടകളും പേനകളും ചെലവഴിക്കാനാകുമെന്ന് ഓരോ സ്കൂൾ പ്രവേശനോത്സവ കാലത്തും സതീശന് വലിയ പ്രതീക്ഷയാണ്. ഇത്തവണയും നിർമ്മിച്ചിട്ടുണ്ട് പല വർണ്ണങ്ങളിലുള്ള ധാരാളം ചേലൊത്ത കുടകൾ. തന്റെ കരവിരുതിൽ 300 രൂപ മുതൽ വില വരുന്ന കുടകൾ നിർമ്മിച്ചിട്ടുണ്ട് സതീശൻ. 10 രൂപയാണ് പേപ്പർ പേനകൾക്ക് വില വരുന്നത്. ജില്ലയിലെ നിരവധി സ്കൂളുകളിലെ NSS യൂണിറ്റുകൾ സതീശന്റെ പ്രയാസമറിഞ്ഞ് വീട്ടിലെത്തി കുടകളും പേനകളും വാങ്ങി സഹായിക്കുന്നുണ്ട്. സർക്കാർ ഇതിനൊരു മുൻകൈ എടുത്താൽ വളരെ നല്ലതാണ്. ഒരു ഓർഡർ ഇട്ടാൽ മതി. സർക്കാർ ഓഫീസുകളിലും സ്കൂളുകളിലും ഇനി ഇങ്ങനത്തെ പേനകൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അധികം എന്ത് പേരാണ് സഞ്ചരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒക്കെ കരാറ് പുറത്തേക്ക് പോവുക. നല്ല കുടുംബശ്രീയിലെ നല്ല ആളുകൾ ഞങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഡബിൾ അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒക്കെ കുടുംബശ്രീയിലേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടാതിരിക്കും. മാർക്കറ്റിങ് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതിനിപ്പോൾ സർക്കാരിനെ മുൻകൈ എടുത്താലുള്ളൂ ഇപ്പോൾ ഞങ്ങൾ രക്ഷപ്പെടുള്ളൂ. ഭാര്യ രാധാമണിയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വിശാഖുമാണ് എന്തിനും സഹായവുമായി കൂടെ നിൽക്കുന്നത്. തന്റെ പാലിയം വർണ്ണക്കുടകൾ ചൂടി കുട്ടികൾ സ്കൂളിൽ പോകുന്ന കാഴ്ച ഈ കിടക്കയിൽ കിടന്ന് സതീശൻ മനസ്സിൽ കാണും. ജീവിതചക്രം തിരിക്കാനുള്ള വരുമാനം ഇതിലൂടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. ETV ഭാരത്, കോഴിക്കോട്.